നാടിനെ നടുക്കിയ കൂട്ടക്കൊലപാതക കേസിലെ വിധി വന്നു. കേഡൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. 15 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെക്ഷൻസ് കോടതി ജഡ്ജി കെ വിഷ്ണുവാണ് ശിക്ഷ വിധിച്ചത്. 12ാം ക്ലാസ്സിന് പിന്നാലെ CBSE 10ാം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലവും പ്രഖ്യാപിച്ചു. 93.66% വിജയം. മുൻ വർഷത്തെ അപേക്ഷിച്ച് വിജയ ശതമാനത്തിൽ 0.06% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഞ്ചിയൂർ കോടതിയിൽ അഭിഭാഷകയ്ക്ക് നേരെ ആക്രമണം. സീനിയർ അഭിഭാഷകനാണ് ജൂനിയർ അഭിഭാഷകയായ യുവതിയെ മോപ്പ് സ്റ്റിക് ഉപയോഗിച്ച് മർദ്ദിച്ചത്. യുവതിയുടെ മുഖത്തിന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. കോടതി വളപ്പിനുള്ളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം നടക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ 9 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. അബുദാബിയിൽ നിന്ന് കൊണ്ടുവന്ന 18 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. തിങ്കളാഴ്ച രാത്രിയോടെയാണ് സംഭവം നടക്കുന്നത്. ട്രോളി ബാഗിലാണ് കഞ്ചാവ് കൊണ്ടുവന്നത്. കണ്ണൂരിൽ സ്റ്റീൽ ബോംബ് കണ്ടെത്തി. പാനൂരിലെ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ നിന്നാണ് സ്റ്റീൽ ബോംബ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ സ്ഥലത്തിന് സമീപം 1 വർഷം മുമ്പ് ബോംബ് സ്ഫോടനത്തിൽ ഒരു യുവാവും കൊല്ലപ്പെട്ടിരുന്നു. ശുചീകരണത്തിനിടെയാണ് ഒളിപ്പിച്ച സ്റ്റീൽ ബോംബ് കണ്ടെത്തുന്നത്. ഈ പ്രദേശം പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. പൊള്ളാച്ചി കൂട്ടബലാത്സംഗ കേസിൽ 9 പ്രതികൾക്ക് മരണം വരെ തടവ് ശിക്ഷ വിധിച്ചു. കോയമ്പത്തൂർ മഹിളാ കോടതി ജഡ്ജി ആർ നന്ദിനി ദേവിയാണ് ശിക്ഷ വിധിച്ചത്. പരാതിക്കാരായ 8 സ്ത്രീകൾക്കായി 85 ലക്ഷം രൂപ നൽകാനും കോടതി വിധിച്ചിട്ടുണ്ട്. ആദംപൂർ വ്യോമതാവളത്തിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തി മോദി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തെ തുടർന്ന് സൈനികർക്ക് രാജ്യത്തിന്റെ നന്ദി അറിയിച്ചിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് സമ്മതിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നരേന്ദ്രമോദി പഞ്ചാബിലെ ആദംപൂർ വ്യോമതാവളത്തിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തിയത്. ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. 3 ലഷ്കർ-ഇ തോയ്ബ ഭീകരരെ സൈന്യം വധിച്ചു. 2 ഭീകരരെ സുരക്ഷാ സേന വളഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പാരിതോഷികം നൽകുമെന്ന് അറിയിച്ചുകൊണ്ട് പോലീസ് പോസ്റ്റുകൾ പുറത്തിറക്കി. ഭീകരരെ സംബന്ധിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ ഇനാമാണ് ജമ്മു കാശ്മീർ പോലീസ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. പഞ്ചാബിൽ വിഷമദ്യ ദുരന്തത്തിൽ 14 പേരാണ് മരിച്ചത്. 6 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുന്നതായി പഞ്ചാബ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മദ്യം നൽകിയ ആളടക്കം 4 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അമൃത്സറിലെ മജിദയിലാണ് സംഭവം നടന്നത്.